ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ, ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് വാഹന സംബന്ധമായ വീഡിയോയല്ല, തികച്ചും പേഴ്സണലായ ഒരു വീഡിയോയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കലൂർ ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് എൻ്റെ പോകാനുള്ള ബസ് പുറപ്പെടുന്നത്. ഏകദേശം 9 മണിയോടുകൂടി ബസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തുന്ന സമയം വെളുപ്പിന് ഒരു 5-6 മണിയാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു സർപ്രൈസായിട്ട് ഇരിക്കട്ടെ. എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ബസ് വരുന്നത് നോക്കി നമുക്കിവിടെ നിൽക്കാം. ഈ കാണുന്ന ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇത് കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇരുട്ടി വരെ പോകുന്ന ബസ്സാണ്. അപ്പോൾ കോട്ടയത്ത് നിന്ന് കയറിയ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എടപ്പള്ളി എന്ന സ്ഥലത്താണ് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെ യാത്രക്കാരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നിർമ്മല AC ബസ്സിൽ ഇരുട്ടി എത്തിയിട്ടുണ്ട്. ഏകദേശം 4:40 ഇരുട്ടിയിലെത്തിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇരുട്ടിയിൽ നിന്ന് നമ്മൾ അങ്ങാടിക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓട്ടോ സുഹൃത്ത് രാജേഷ് എന്നെ ഇവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടേക്കണേണ്. അപ്പോൾ ഇനി ഇവിടുന്ന് വേറൊരാൾ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ സസ്പെൻസ് ഇപ്പോൾ ഞാൻ പൊളിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ പറയാം, എന്തായാലും നമ്മുടെ ഓട്ടോ ചേട്ടനൊന്ന് വിട്ടേക്കട്ടെ. അപ്പോൾ ചേട്ടൻ പുതിയ ചാർജ് വാങ്ങിച്ചോട്ടാ. എന്നോട്ട് വാങ്ങിക്കാൻ തുടങ്ങി? 1-ാം തീയതി തൊട്ട് അല്ലേ? ഞങ്ങൾ 1-ാം തീയതി തൊട്ട് വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ നൈറ്റാണല്ലോ പറഞ്ഞത്. പിന്നെ നേരെ വീട്ടിലേക്കാണ്. ഞാൻ നിൽക്കുന്ന ജംഗ്ഷനാണ് അങ്ങാടിക്കടവ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് വഴിക്കൊക്കെ പോകണം ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും സസ്പെൻസ് പൊളിക്കാൻ പോകണേണ്. എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ വെപ്രോളായിപ്പോയി നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ സസ്പെൻസ് പൊളിക്കാൻ പോകണേണ്. അപ്പോൾ ഞാനിപ്പോൾ എങ്ങോട്ടാണ് വന്നേക്കണേന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ വന്നേക്കണത് അങ്ങാടിക്കടവ്. ഞാൻ വന്നത് ഇന്ന് നമ്മുടെ ഈ ബുൾജെറ്റ് യൂട്യൂബ് തരംഗമായിരിക്കുന്ന ഈ ബുൾജെറ്റിൻ്റെ എബിൻ ലിബിൻ്റെ ഹൗസ് വാമിങ്, അതായത് പെരതാമസത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വരാൻ തന്നെ പ്രധാന കാരണം പുള്ളിയുടെ മറ്റേ യൂട്യൂബിലൂടെ ഞാൻ ആ വീഡിയോ കാണാനിടയാവുകയും പുള്ളിയുടെ ആ ക്ഷണം എനിക്ക് വളരെ എൻ്റെ മനസ്സിൽ പതിയുകയും അപ്പോൾ എനിക്ക് ഇവിടെ വരണമെന്നൊരാഗ്രഹം തോന്നുകയും ഉണ്ടായി. ഈ ആഗ്രഹം എങ്ങനെ സാധിക്കുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് വെള്ളക്കൽ നജീബിനെ ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ഫോണെടുത്ത് വെള്ളക്കൽ നജീബിനെ വിളിച്ച് നജീബ് ഹൗസ് വാമിങ്ങിന് പോകണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ നജീബ് പറഞ്ഞു, നജീബ് ഒരു ദിവസം മുമ്പ് തന്നെ പോകും, മുന്നേ നീ അങ്ങോട്ട് പോരെ, നമുക്ക് എന്താണെന്ന് ചെയ്യുക, എന്ത് ഇതാണെങ്കിലും സാധിച്ചു തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കേട്ടപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, നേരെ ബസ് കയറി ഇങ്ങോട്ട് പോകുന്നു. വീട്ടിൽ പറഞ്ഞ്, അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. വീട്ടിൽ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പോകണേണ്, ഹൗസ് വാമിങ്ങിന് പോകണമെന്നപ്പോൾ എൻ്റെ മോള് പറഞ്ഞാൽ ഞാനും വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ പിന്നെ അവൾക്ക് പരീക്ഷയൊക്കെ അതിനെക്കൊണ്ട് ഞാൻ ഒരുവിധം അവളെ സമാധാനിപ്പിച്ച് വീട്ടിലിരുത്തി. അപ്പം ഞാൻ ബസ് കയറി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങാടിക്കടവ്. ഇനിയിപ്പോൾ അങ്ങാടിക്കടവിൽ നജീബിനെ കോൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നജീബിനെ പറ്റി പറയുകയാണെങ്കിൽ നജീബും ഞാനുമായിട്ടുള്ള ബന്ധം ഒരു 25 വർഷമെങ്കിലും പഴക്കമുണ്ട്. 1997 തുടങ്ങിയ ബന്ധമാണ്. ഇപ്പം നജീബ് ഇപ്പോൾ വളരെ സാമൂഹിക പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവാണ്. ഈ കോവിഡ് കാലത്ത് ആംബുലൻസ് കിട്ടാതെ വിഷമിച്ചപ്പോൾ നജീബിൻ്റെ 12ഓളം ടെമ്പോ ട്രാവലറുകൾ ആംബുലൻസാക്കി മാറ്റി വളരെ ഫ്രീ ആയിട്ട്
വിട്ടുകൊടുത്തതായിരുന്നു. പിന്നെ ഓക്സിജൻ കിട്ടാതെ രോഗികൾ വിഷമിക്കുമ്പോൾ നജീബ് തലക്ക് ചുമന്ന് കൊണ്ടുപോയിട്ട് ഓരോ വീട്ടിലും ഓക്സിജൻ സിലിണ്ടറുകൾ കൊടുത്തിട്ടുണ്ടെന്ന്. അതുപോലെ ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നജീബ്. എബിനും ലിബിനുമായി നല്ല ചങ്ങാത്തത്തിലാണെന്നും എനിക്കറിയാം. നെപ്പോളിയൻ നജീബിൻ്റെ വർക്ക്ഷോപ്പിൽ ഇട്ടാണ് അതിൻ്റെ പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കും ചെയ്തത്. അതാണ് ഞാൻ നജീബിനെ തന്നെ വിളിക്കാൻ കാരണം. എന്തായാലും നമ്മുടെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. നജീബ് വെള്ളത്തിൽ വന്നിട്ട് നമ്മുടെ നജീബ് ഇതാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് നജീബ് വെള്ളത്തിൽ. അപ്പൊ പെരുതാമസല്ലേ? ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. നജീബ് വല്ലതും നടക്കോ? ഈ ബുൾജറ്റിനെ കാണാൻ പറ്റോ? മനുഷ്യൻ കുളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്നല്ല 6:30 ഉറപ്പിട്ടാണ് വൈകുന്നേരം. അതിന്റെ ഒരു ഒറ്റ വാക്കിലാണ്ട് ഞാൻ വന്നത്. നടക്കോ? എടാ ഈ ബുൾജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളാണ്, മനസ്സിലായ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ വീഡിയോ മറ്റേ യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഫുൾ ആകാംക്ഷയോടെ ഞാൻ വന്നത്. നടന്നില്ലെങ്കിൽ പണി പാളും. യാത്ര ചെയ്തിട്ടല്ലേ ഇക്കൊക്കെ മമ്മൂട്ടിനും മോഹൻലാലിനെയും കാണാൻ പറഞ്ഞ അതിനേക്കാൾ സിമ്പിളി കാണാൻ. രണ്ടുപേരും നല്ല സായിപ്പുമാരെ പോലെ നമ്മുടെ പോലെ കണ്ടില്ലേ? എന്താ വന്നെ നമുക്കൊന്ന് കാണാം. എൻ്റെ പൊന്നു നജീബ്, എന്താ ഞാൻ ഈ കാണുന്നത്? ഈ ബുൾജറ്റിലെ എബിനും ലിബിനും എൻ്റെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റണില്ല നജീബെ. എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുകയാണ്. എൻ്റെ തല കറങ്ങിയിട്ട് പുറം കാണുകയാണ് നജീബ്. എന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ആ സൗണ്ടും കൂടി ഒന്ന് ഇട്ടേക്ക്. അതായത് അന്തോണിച്ചേട്ടന്റെ ആ വണ്ടി ഏതെങ്കിലും കുടിക്കാൻ അന്തോണിച്ചേട്ടന്റെ ആ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേര് അങ്ങോട്ട് ഇവിടെ വണ്ടി കയറ്റുന്നിട്ട് ഞങ്ങൾ പോരും. എന്തോ മറ്റേ തെങ്ങേറ്റക്കാരൻ വണ്ടി ഓടിക്കണ്ടോ? കണ്ടോ ഷർട്ടൊന്നും ഇടാതെ? സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. നമ്മുടെ വെള്ളക്കൽ നജീബ് നമ്മളെ ഒരിക്കലും ചതിക്കൂല. നജീബ് കാരണമാണ് ഇത്ര വീഡിയോ ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ നജീബിൻ്റെ സ്നേഹിതൻ രണ്ടുപേരും വിളിച്ചിട്ടാണ് ഞാൻ വളരെ ദൂരത്തുനിന്നാണ് ഞാൻ വന്നത്. ആ ദൂരത്തുനിന്ന് വന്നതിന് എനിക്ക് അതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ, അതായത് ഈ ബുൾജറ്റിൻ്റെ സബ്സ്ക്രൈബൊക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ ബുൾജറ്റ് സഹോദരങ്ങൾക്ക് വീടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന പോലെ അവർക്കൊരു വീടായി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കോലം കണ്ട, ഞാൻ ഇന്നലെ 6:30 എടപ്പള്ളിയിൽ നിന്ന് വന്നാണ്, ഉറങ്ങിയിട്ടില്ല കേട്ട. ഇവരൊക്കെ സായിപ്പുമാരെ പോലെ ഇരിക്കുമ്പോൾ കണ്ട, ക്ലാസ്സൊക്കെ വെച്ച് നല്ല സായിപ്പുമാരെ പോലെ ഇരിക്കുമ്പോൾ എൻ്റെ കോലം കണ്ട. മാക്സിമം നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നല്ല കിണ്ണം കാഴ്ച വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.